ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് തന്റെ ശത്രുക്കളെയെല്ലാം ധീരതയോടെ നേരിടുന്ന യൂണറിന്റെ ഫാദറിനെയാണ്. എന്നിട്ടും ആളുകൾ തീരുന്നില്ല, ഓരോരുത്തരായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. തന്റെ കയ്യിലുണ്ടായിരുന്ന കുന്തമെറിഞ്ഞ് ഒരാളെ കൊല്ലുകയും അതിനുശേഷം ഇങ്ങനെ പറയുകയും ചെയ്യുന്നു: എനിക്ക് മരിക്കുവാൻ ഭയമില്ല, ഇനിയും ആളുകളെ വിടൂ. ഇവനെ കൊല്ലുന്നവൻ ആരാണോ അവനാണ് ഇവിടുത്തെ ഭരണാധികാരി എന്ന് പറയുമ്പോഴാണ് അവന് നേരെ യൂണറിന്റെ ഫാദർ കുന്തമെറിയുന്നത്. എന്നാൽ ഉടനെ തന്നെ ആ അമ്പുമായി യൂണർ അവിടെ എത്തുന്നു. അവൾ പറയുകയാണ്, ഇത് ഡ്രാഗൺ മദറിന്റെ ഓർഡറാണ്. ഗൂക്ലാനിലെ സഹോദരന്മാർ പരസ്പരം തല്ലിച്ചാകരുത്, എല്ലാവരും ആയുധം താഴെയിടുക. പ്രശ്നങ്ങളുണ്ടാക്കിയ ഈ ക്ലാനുകളിലെ ലീഡേഴ്സ് മാത്രമേ മരിക്കുകയുള്ളൂ. എന്നാൽ ഡ്രാഗൺ മാസ്റ്റേഴ്സിൽ ഒരുവൻ പറയുകയാണ്, അവളെ വിശ്വസിക്കരുത്, അവൾ ഒരു ഡീമനാണ്. എന്തൊക്കെ വന്നാലും അവൾ ഇവന്റെ പുത്രിയല്ലേ, നിങ്ങൾ ഞാൻ പറഞ്ഞത് മാത്രം കേട്ടാൽ മതി. എന്നാൽ യൂണർ പറയുകയാണ്, ഡ്രാഗൺ മദർ നൽകിയ അടയാളമാണിത്, ഞാനാണ് ഇനി അടുത്ത ഡ്രാഗൺ മദർ. നിങ്ങൾ സോൾഹാളുമായി ചേർന്ന് എല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചു, അത് ക്ഷമിക്കുകയില്ല. നിങ്ങൾക്ക് അതിന് തക്ക ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞ് അമ്പിൽ നിന്ന് 3 അമ്പുകൾ അവരുടെ നേരെ പ്രയോഗിക്കുന്നു. അത് കൃത്യമായി അവരുടെ ശരീരത്തിൽ കൊള്ളുകയും അവർ വീഴുകയും ചെയ്യുന്നു. ഇത് കാണുമ്പോൾ യൂണറിന്റെ ഫാദർ ആദ്യം ഡ്രാഗൺ മദർ എന്ന് പറഞ്ഞ് വണങ്ങുന്നു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് വണങ്ങുന്നു. യൂണർ ആകട്ടെ പറന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇത് കാണുന്ന അവളുടെ ഫാദറിന് വളരെ സന്തോഷമാകുന്നു. അവൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഫാൻലോ ഉള്ള സ്ഥലത്തേക്കാണ്. യൂണർ പറയുകയാണ്, മരിക്കാൻ വേണ്ടിയാണോ നീ ഇവിടെ നിന്ന് പോകാത്തത്? ഫാൻലോ പറയുകയാണ്, ഇത്രയും കാലയളവിൽ ആരും എന്നോട് ഇതുപോലെ സംസാരിച്ചിട്ടില്ല, എങ്കിൽ ഞാനിത് ആദ്യമായി പറഞ്ഞിരിക്കുന്നു. ഫാൻലോ ദേഷ്യത്തോടെ തന്റെ ശക്തികൾ അവൾക്ക് നേരെ വിടുന്നു. അവളാകട്ടെ അതിന് നേരെ അമ്പും വിടുന്നു. അത് പരസ്പരം കൂട്ടിയിടിച്ച് പല വസ്തുക്കളും തകരുകയാണ്. ആ അമ്പിന്റെ ശക്തിയാൽ ഫാൻലോ തെറിച്ചു പോകുന്നുമുണ്ട്. അതിശയത്തോടെ ഫാൻലോ പറയുകയാണ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നീ ഡ്രാഗൺ മദർ ആകുമെന്ന്. യൂണർ ആകട്ടെ ആ അമ്പിന്റെ ശക്തിയും കണ്ട് അതിശയിച്ചു പോകുന്നുണ്ട്. നീ ഒറ്റയരുത്തിയാണ് എൻ്റെ ഇത്രയും നാളത്തെ പരിശ്രമം നശിപ്പിച്ചതെന്ന് പറഞ്ഞ് യൂണറിന്റെ നേരെ ചാടി വീഴുകയാണ് ഫാൻലോ. എന്നാൽ അവൾ വീണ്ടും അതിൽ നിന്ന് ഒരമ്പ് വിടുന്നു. ഫാൻലോ തെറിച്ചു പോവുകയാണ്. യൂണർ ആ അമ്പ് നോക്കി പറയുകയാണ്, ഇതിന്റെ ശക്തി അപാരം തന്നെ. അപ്പോഴേക്കും ഗൂക്ലാനിന്റെ കുറെ അംഗരക്ഷകരും അവിടെ എത്തുന്നു. ഇത് കാണുന്ന ഫാൻലോ പറയുകയാണ്, ഇവരെ ഉപയോഗിച്ച് എന്നെ കീഴ്പ്പെടുത്താമെന്നാണോ നീ വിചാരിക്കുന്നത്? യൂണർ പറയുന്നു, ഇവർക്ക് സാധിക്കില്ല, പക്ഷേ ഡ്രാഗൺ മദറിന് സാധിക്കും. അതിനുശേഷം വീണ്ടും അവന്റെ നേരെ ഒരു അമ്പ് വിടുന്നു. എന്നാൽ ആവിയായി പോയിക്കൊണ്ട് അവൻ പറയുകയാണ്, നമുക്ക് വീണ്ടും കാണാം ഓൾട്ടറിൽ. ദേഷ്യത്തോടെ യൂണർ പറയുകയാണ്, വീണ്ടും അവനെ രക്ഷപ്പെടുവാൻ അനുവദിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒളിച്ച് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന യാണിനെയാണ് കാണിക്കുന്നത്. പക്ഷേ മുമ്പിൽ വരുന്ന മാസ്റ്റർ പറയുകയാണ്, നീ എന്നെ വളരെ നിരാശയിൽ ആഴ്ത്തിയിരിക്കുന്നു. നീ എന്തിനാണ് രക്ഷപ്പെടുവാൻ ശ്രമിച്ചത്? ഞാൻ പറഞ്ഞതല്ലേ എന്നെ തോൽപ്പിക്കാതെ നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കില്ല എന്ന്. യാൻ പറയുകയാണ്, ഞാൻ രക്ഷപ്പെടുവാൻ ശ്രമിച്ചതല്ല, എൻ്റെ കൂട്ടുകാരി അപകടത്തിലാണ്. അവൻ ചോദിക്കുന്നു, ഏത് കൂട്ടുകാരി? പിയേള് കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇത് പൊട്ടിയിരിക്കുന്നു. അവൻ പറയുകയാണ്, അപ്പോൾ ഗൂക്ലാനിൽ നിന്നുള്ളതാണ്. അതൊരു പെണ്ണാണ് അല്ലേ? ഒരു സ്ത്രീക്ക് വേണ്ടിയാണോ നീ ഇതെല്ലാം ഉപേക്ഷിക്കാൻ പോകുന്നത്? എൻ്റെ ഷിയോ ഫാമിലിയിൽ ഇങ്ങനെ ലോകസുഖ മോഹങ്ങളിൽ ആകർഷനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് എന്ന് ഓർക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ അങ്ങനെയല്ല എന്ന് യാൻ പറയുമ്പോൾ മാസ്റ്റർ പറയുകയാണ്, പിന്നെ എന്താണ്? സ്ത്രീ എന്നത് ഒരു ഫൈറ്റ് പ്രാക്ടീഷണറിന്റെ ജീവിതത്തിൽ ഒരിക്കലും പാടില്ലാത്തതാണ്. ദേഷ്യത്തോടെ യാൻ പറയുകയാണ്, നിനക്ക് എന്താണ് മനസ്സിലാകാത്തത്? ഈ ലോകത്തിൽ ഏറ്റവും വലുത് പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഫൈറ്റ് പ്രാക്ടീസും മറ്റുമല്ല. എന്നാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അവന്റെ മാസ്റ്റർ. ഇത് കേൾക്കുമ്പോൾ ദേഷ്യമാവുന്ന യാൻ തന്റെ കയ്യിൽ വാൾ പ്രത്യക്ഷമാക്കുന്നു. മാസ്റ്റർ ചോദിക്കുന്നു, നീ എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണോ? അതെ, ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്, പക്ഷേ ഷിയോ ഫാമിലിയുടെ ടെക്നിക്ക് ഉപയോഗിച്ചായിരിക്കില്ല. അത് സാധ്യമല്ല എന്ന് പറയുമ്പോൾ യാൻ പറയുകയാണ്, അങ്ങനെയെങ്കിൽ എൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക ടെക്നിക്ക് ഉപയോഗിക്കാമോ? അത് സാധ്യമാണെങ്കിൽ നിനക്ക് ഉപയോഗിക്കാം, പക്ഷേ ഈ സമയത്ത് ഫൈറ്റ് ഇല്ല. മോതിരത്തിന്റെ ഉള്ളിൽ ആ പേളും പിടിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണ് യാൻ. നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് മെഡിസിൻ എൽഡർ ചോദിക്കുമ്പോൾ വിഷമത്തോടെ യാൻ പറയുകയാണ്, എന്നെ സഹായിക്കൂ മെഡിസിൻ എൽഡർ, പ്ലീസ്. അവനും വിഷമമാകുന്നുണ്ട്, എങ്കിലും ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. യാൻ ആ പേള് കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇത് കുറച്ചുകൂടി പൊട്ടിയിരിക്കുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തു കടക്കണം. മെഡിസിൻ എൽഡർ പറയുകയാണ്, ഒരു പഴഞ്ചൊല്ലുണ്ട്, മെഡിസിൻ 9 തവണ റിഫൈൻ ചെയ്യുകയാണെങ്കിൽ അത്രമാത്രം ശക്തിയേറിയതായിരിക്കും ആ മെഡിസിൻ. അതുപോലെ തന്നെ ഈ അവസരത്തിൽ നീ ആശ്രയിക്കേണ്ടത് നിന്നെ തന്നെയാണ്. യാൻ പറയുന്നു, പക്ഷേ നാളെയാണ് അവസാന തീയതി. ഈ ചെറിയ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? അങ്ങനെയെങ്കിൽ ഈ ഇടയ്ക്ക് നീ പഠിച്ച ടെക്നിക്കുകളെ കുറിച്ചൊക്കെ പറയേ. ഞാൻ ഷിയോ ഫാമിലിയുടെ ടെക്നിക്കുകൾ മാത്രമാണ് പഠിച്ചത്. അതിനുശേഷം അതിൻ്റെയൊക്കെ പേരുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. മെഡിസിനുകളുടെ പറയുകയാണ്, തീർച്ചയായും നീ കുറെ പഠിച്ചിട്ടുണ്ട്. ഇനി നിനക്ക് 5th ലെവലിലുള്ള ടെക്നിക്കുകൾ പഠിച്ചാൽ എന്താ? ഒരു പഴഞ്ചൊല്ലുണ്ട്, ജീവിതത്തിന് പരിമിതികളുണ്ട്, പക്ഷേ പഠിത്തത്തിന് പരിമിതികളൊന്നുമില്ല.
പക്ഷേ ചില സമയത്ത് നമ്മുടെ നോളജ് തന്നെ നമ്മളെ അപകടത്തിലാക്കാം. നിന്റെ മാസ്റ്ററിന് മാർഷൽ ആർട്ട് സ്കില്ലിൽ ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ട്. മരിച്ച് മണ്ണിനടിയിലായിട്ടും ജീവിക്കുന്ന വ്യക്തിയെന്ന് പറയാം. നിന്റെ എല്ലാ മൂവ്മെന്റ്സും അവന് നന്നായിട്ട് അറിയാം. അവനൊരു ഉറച്ച വ്യക്തിയാണ്. ഞാൻ പറയുകയാണ്, ഇതെല്ലാം എനിക്ക് അറിയാവുന്നതാണ്, പക്ഷെ എനിക്ക് അവനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. അല്ല, നീയല്ലേ പറഞ്ഞത് നീ നിന്റേതായിട്ടുള്ള ഒരു പുതിയ ഫൈറ്റിംഗ് ടെക്നിക്ക് കണ്ടുപിടിക്കാൻ പോവുകയാണെന്ന്? അതുപയോഗിച്ച് അവനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ലേ? ഞാൻ പറഞ്ഞു, പക്ഷെ ഒരു പുതിയ ഫൈറ്റിംഗ് ടെക്നിക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുവാൻ സാധിക്കും? ചിരിച്ചുകൊണ്ട് മെഡിസിൻ എൽഡർ പറയുകയാണ്, ഇത് വളരെ എളുപ്പത്തിൽ സാധ്യമാകാൻ ഒരു വഴിയുണ്ട്. നീ കടന്നുപോയ എല്ലാ സാഹചര്യങ്ങളെയും കുറിച്ച് ഓർക്കുക. നിന്റെ ഗ്രാൻഡ് ഓൾഡ് മാസ്റ്റർ വളരെ ശക്തനാണ്. എനിക്കിവിടെ നിന്നെ യാതൊരു കാരണവശാലും സഹായിക്കാൻ സാധിക്കില്ല. നീ ഇത് മനസ്സിലാക്കണം. നിന്റെ പൂർവികനെ തോൽപ്പിക്കണമെങ്കിൽ വേണ്ടത് മാർഷൽ ആർട്സ് സ്കില്ലോ ഫൈറ്റിംഗ് ടെക്നിക്കോ അല്ല, നിന്നെ തന്നെയാണ്. ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്, നീ നിന്റേതായിട്ടുള്ള ഒരു ഫൈറ്റിംഗ് ടെക്നിക്ക് ഉണ്ടാക്കുവാൻ. നിനക്ക് നിന്റെ ശത്രുവിനെ തോൽപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴി എന്താണെന്ന് നീ തന്നെ കണ്ടുപിടിക്കണം. ഇപ്പോൾ മറ്റുള്ള എല്ലാ ടെക്നിക്കുകളെയും കുറിച്ച് നീ മറക്കൂ. പൂർണ്ണ ഹൃദയത്തോടെ, അത്രമാത്രം താല്പര്യത്തോടെ നീ പുതിയൊരു ടെക്നിക്ക് കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ നിനക്ക് എന്തെങ്കിലും വഴികൾ കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അവൻ പഠിപ്പിച്ചു തന്ന ടെക്നിക്കുകളൊക്കെ നിനക്കറിയാമല്ലോ. അവൻ പഠിപ്പിച്ചു തന്ന ടെക്നിക്കുകളുടെ എസൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. അതിനുശേഷം അവയെല്ലാം കൂട്ടി യോജിപ്പിക്കണം. അതിനുശേഷം നീ തന്നെ നിന്റേതായിട്ടുള്ള ഒരു ഫൈറ്റിംഗ് ടെക്നിക്ക് ഉണ്ടാക്കണം. എനിക്കറിയാം, പറയുന്നത് പോലെ അതത്രക്ക് എളുപ്പമല്ല. നീ ഈവിളിനെ ഫേസ് ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും. എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കില്ല. നീ തന്നെയാണ് ഇവിടെ പോരാടേണ്ടത്. അപ്പോൾ മാത്രമേ നിനക്ക് പുരോഗതി ഉണ്ടാകുകയുള്ളൂ, പൂർണ്ണത ഉണ്ടാകുകയുള്ളൂ. വീണ്ടും ഞാൻ അതിനെ എങ്ങനെ നേരിടുമെന്ന് ഞാൻ ചോദിക്കുമ്പോൾ മെഡിസിൻ എൽഡർ പറയുകയാണ്, ഒരു ചൊല്ലുണ്ട്. നീ നിന്നെ തന്നെയും നിന്റെ യഥാർത്ഥ നേച്ചറും മനസ്സിലാക്കുകയാണെങ്കിൽ നിന്റെ കഴിവും നിന്റെ ജ്ഞാനവും നിനക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മനസ്സിലായതുപോലെ ഇയാൾ ആ വാക്കുകൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. മെഡിസിൻ എൽഡർ പറയുകയാണ്, പൂർണ്ണത പ്രാപിക്കുക എന്നത് ഒരുത്തൻ്റെ ഹാർഡ് വർക്കിലും ഭാഗ്യത്തിലുമാണുള്ളത്. നീ തന്നെ ഇതിനുള്ള പരിഹാര മാർഗം കണ്ടുപിടിക്കുക. ഇനി സഹായവുമായി എൻ്റെ അടുത്ത് വരരുത്. ഇപ്പോൾ തൻ്റെ വാൾ ഉപയോഗിച്ച് മാസ്റ്ററിനെ നേരിടുന്ന യാണിനെയാണ് കാണിക്കുന്നത്. അവനിപ്പോൾ വാൾ വീശുമ്പോൾ നല്ല സ്പീഡുണ്ട്. അതിലൂടെ ഫ്ലെയിം വിടുമ്പോൾ സിമ്പിളായിട്ട് മാസ്റ്റർ അതിനെ നേരിടുന്നു. അതിനുശേഷം പാഞ്ഞു വന്ന് അവനെ ആക്രമിക്കുന്നു. യാൺ എത്ര ശ്രമിച്ചിട്ടും അവനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല. വാളിനെയും യാണിനെയും പല ഭാഗത്തേക്കായി മാസ്റ്റർ തെറിപ്പിച്ചു കളയുന്നു. വീണ്ടും ആ വാളെടുത്ത് നിലത്ത് കുത്തുകയാണ് യാൺ. ഈ സമയം ചുവപ്പ് നിറത്തിലുള്ള എന്തോ വസ്തു വാളിലൂടെ കയറി പോകുന്നുണ്ട്. കണ്ണടച്ച് അവൻ സോൾഹാളിന്റെ ടെക്നിക്ക് മാസ്റ്ററിന് നേരെ പ്രയോഗിക്കുന്നു. പല യാണുകൾ മാസ്റ്ററിനെ ആക്രമിക്കുന്നു. 8 എക്സ്ട്രീം കൊളാപ്സ് ഉപയോഗിച്ച് ചില ഫൈറ്റുകൾ മാസ്റ്ററിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എളുപ്പത്തിൽ തന്നെ മാസ്റ്റർ യാണിനെ പരാജയപ്പെടുത്തുന്നു. അവൻ്റെ കഴുത്തിന് പിടിച്ച് പറയുകയാണ്, നീ സോൾഹാളിൻ്റെ ടെക്നിക്ക് എനിക്ക് നേരെ പ്രയോഗിക്കുന്നുവോ? അതുപയോഗിച്ചത് കൊണ്ട് ഞാൻ നിന്നെ കൊല്ലുവാൻ പോലും മടിക്കില്ല എന്ന് നീ അറിയുന്നില്ലേ? അപ്പോൾ ഞാൻ ചിരിക്കുകയാണ്. മാസ്റ്റർ പറയുന്നു, എന്നിട്ട് നീ ചിരിക്കുകയാണോ? നിന്റെ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് എല്ലാവരുടെയും കണ്ണും കാതും കെട്ടാമെന്ന് നീ വിചാരിച്ചു അല്ലേ? ഇതൊക്കെ തെറ്റാണെന്ന് പറയുമ്പോൾ യാൻ പറയുകയാണ്, എങ്കിലും ഇടയ്ക്കൊക്കെ നിന്നെ പരാജയപ്പെടുത്തുവാൻ അതുകൊണ്ട് സാധിച്ചില്ലേ? അതായത് യാണിന് ചില ഫൈറ്റുകൾ കൊടുക്കാൻ സാധിച്ചല്ലോ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലാകുന്നു. ഞാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. ഫൈറ്റിംഗ് ടെക്നിക് സ്ക്രോളുകളിൽ ഒരുപാട് എനിക്ക് ആഗ്രഹം തോന്നി. അതുതന്നെയാണ് ഞാൻ ചെയ്ത തെറ്റ്. അതൊക്കെ നല്ലതായിരിക്കാം, പക്ഷേ അതുകൊണ്ട് എനിക്കെന്ത് ഗുണം? അത് ഒരിക്കലും യൂസ്ഫുൾ അല്ല. ഇത് കേൾക്കുമ്പോൾ മാസ്റ്റർ ദേഷ്യത്തോടെ അവൻ്റെ കഴുത്തിന് പിടിക്കുന്നു. യാൻ പറയുകയാണ്, ആരെങ്കിലും നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് പ്രയോഗിക്കാം. ഫൈറ്റിംഗ് ടെക്നിക്കിന് ഇങ്ങനെ നല്ലത് ചീത്ത എന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഒരാൾ ടെക്നിക്കുകൾ സ്വായത്തമാക്കുന്നത്. ആക്രമണ സമയത്ത് അവന് രക്ഷപ്പെടുവാൻ എന്ത് ടെക്നിക്ക് വേണമെങ്കിലും പ്രയോഗിക്കാം. അതുതന്നെയാണ് അവൻ്റെ ശത്രുക്കൾക്കെതിരെയുള്ള ആയുധം. അവിടെ നല്ലതെന്നോ ചീത്തയെന്നോ സെക്റ്റുകളെന്നോ വ്യത്യാസമില്ല. എല്ലാ ഫൈറ്റിംഗ് ടെക്നിക്കും നല്ലതാണ്. എല്ലാത്തിനും ഉപരി ഇതെല്ലാം ഉണ്ടാക്കിയത് മനുഷ്യകരങ്ങൾ കൊണ്ട് തന്നെയല്ലേ? നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ യാൻ പറയുകയാണ്, ഞാൻ സോൾഹാളിൻ്റെ ടെക്നിക്ക് പഠിച്ചു എന്ന് പറഞ്ഞ് അവരുടെ പക്ഷത്താകാൻ പോകുന്നില്ല. അവ ഒരിക്കലും എന്നെ വഴിതെറ്റിക്കില്ല. എനിക്കിപ്പോൾ നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ബീസ്റ്റ് ഫ്ലെയിം ഉപയോഗിച്ച് അവനെ ആക്രമിക്കുകയാണ്. അപ്പോൾ മാസ്റ്റർ തെറിച്ചു പോകുന്നു. അല്പം മാത്രമേ തെറിച്ചു പോകുന്നുള്ളൂ. ആ ഫ്ലെയിം കാണുന്ന മാസ്റ്റർ പറയുകയാണ്, ഹൈ റാങ്കിലുള്ള ഒരു ബീസ്റ്റിൻ്റെതാണ് ഈ ഫ്ലെയിം. പക്ഷേ എന്ത് ചെയ്യാനാണ്? ഈ ഫയർ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ മുമ്പിൽ ഇത് വെറും നിസ്സാരം മാത്രം. നിന്റെ കയ്യിൽ വേറെ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ എന്ന് പറയുമ്പോൾ ഇടത്തെ കയ്യിൽ എസൻസ് ഫ്ലെയിം ഉണ്ടാക്കുന്നു. അത്ഭുതത്തോടെ മാസ്റ്റർ പറയുകയാണ്, ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ ഫ്ലെയിമിനെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറയുകയാണ് മാസ്റ്റർ. ഇയാണിൻ്റെ കയ്യിൽ അത് കാണുമ്പോൾ അയാൾക്ക് ഒരുപാട് അത്ഭുതം തോന്നുന്നു. ബീസ്റ്റ് ഫ്ലെയിം തന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. നിനക്കിപ്പോൾ ഇതാ എസൻസ് ഫ്ലെയിമും.
ഇതിൻ്റെ എല്ലാം അർത്ഥം ഒന്ന് മാത്രമാണ്, നിനക്ക് നല്ല ടാലൻ്റ് ഉണ്ട്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പൂർവികനെ തന്നെയാണ് ഇതുവഴി കിട്ടിയിരിക്കുന്നത്. ഷിയോ ഫാമിലിക്ക് തീർച്ചയായും അഭിമാനിക്കാൻ വകയുണ്ട്. സന്തോഷത്തോടെ അവൻ അട്ടഹസിക്കുന്ന സമയത്ത് യാൻ ആ 2 ഫ്ലെയിംസും തമ്മിൽ ഒന്നിച്ചു ചേർക്കാൻ ശ്രമിക്കുന്നു. വളരെ ഭയപ്പെട്ടുകൊണ്ട് മാസ്റ്റർ പറയുകയാണ്, അങ്ങനെ ചെയ്യരുത്, അത് രണ്ടും പരസ്പരം യോജിക്കാൻ പാടില്ലാത്തതാണ്, വലിയ പൊട്ടിത്തെറി തന്നെ ഉണ്ടാകും. എന്നാൽ അതൊന്നും കേൾക്കാതെ തൻ്റെ സർവ്വശക്തിയും എടുത്ത് അത് രണ്ടും ഒന്നിക്കാൻ ശ്രമിക്കുകയാണ് യാൻ. നീ ഇങ്ങനെ ചെയ്താൽ പൊട്ടിത്തെറിച്ച് ചാകുമെന്ന് മാസ്റ്റർ പറയുന്നുണ്ട്. യാൻ ഇതൊന്നും കേൾക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവൻ ഉച്ചത്തിൽ പറയുകയാണ്, നിർത്തൂ. എന്നാൽ ദേഷ്യത്തോടെ തന്നെ യാൻ പറയുന്നു, എൻ്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കൂ, അല്ലെങ്കിൽ അത് അപകടമാണ്. എനിക്കിത് സാധിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും തൻ്റെ ശക്തി ഉപയോഗിച്ച് അവ കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് യാൻ. അല്പം കഴിയുമ്പോൾ ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം വന്ന് അവൻ വായുവിൽ നിൽക്കുന്നു. അതും കൂടി കാണുമ്പോൾ അവൻ്റെ മാസ്റ്ററിൻ്റെ അവസ്ഥ പറയേണ്ടല്ലോ. നേരത്തെ 2 ഫ്ലെയിം കണ്ടപ്പോൾ തന്നെ അവൻ അന്തിച്ച് പകച്ചു നിൽക്കുകയായിരുന്നു. ഇതും കൂടി ആയാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ സമയം യാൻ ആ 2 ഫ്ലെയിംസും ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. മാസ്റ്റർ ആകട്ടെ ഗ്രീൻ ലോട്ടസ് എർത്ത് കോർ ഫ്ലെയിമിനെ കുറിച്ച് പുകഴ്ത്തി കുറെ പറയുന്നു. അതിന് എങ്ങനെയാണ് ഗ്രീൻ ലോട്ടസ് എർത്ത് കോർ ഫ്ലെയിം എന്ന് പേര് വന്നതുപോലും മാസ്റ്റർ പറയുന്നുണ്ട്. യാണിന്റെ കയ്യിൽ നിന്ന് ഈ പ്രാവശ്യം ചോര വരുന്നുണ്ട്. പെട്ടെന്ന് ഗ്രീൻ ലോട്ടസിൽ നിന്ന് ചാടി മാറി ആ ഫ്ലെയിമും മറ്റ് 2 ഫ്ലെയിമിലേക്ക് യോജിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ 3 ഫ്ലെയിമും ഒരുമിച്ചാണ്. യാൻ തൻ്റെ ശക്തി ഉപയോഗിച്ച് അത് 3നെയും കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിശയത്തോടെയാണ് മാസ്റ്റർ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അത് 3ഉം ഒന്നിപ്പിക്കാൻ യാൻ ഒരുപാട് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ മാസ്റ്റർ പറയുകയാണ്, അത് വിട്ടേക്കൂ, വേണ്ട. എന്നാൽ യാൻ പിന്മാറാൻ തയ്യാറാകുന്നില്ല. തൻ്റെ സർവ്വശക്തിയും അതിൽ പ്രയോഗിക്കുന്നു. നല്ല രീതിയിൽ കുലുക്കം സംഭവിക്കുമ്പോൾ മാസ്റ്റർ പറയുകയാണ്, കളിച്ചത് മതി, നിർത്തൂ. വളരെ അപകടകരമാണ് എന്ന് പറഞ്ഞിട്ടും യാൻ അത് കേൾക്കാതെ അതിൽ തന്നെ തുടർന്നു പോവുകയാണ്. അവസാനം അവൻ അതിൽ വിജയിക്കുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് അതിൽ വിജയിക്കുന്നത്. മാസ്റ്റർ അത്ഭുതത്തോടെ പറയുകയാണ്, 3 ഫ്ലെയിംസും ഒന്നിച്ച് ചേർത്തിരിക്കുന്നുവോ? വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഇതുവരെയും അങ്ങനെ ഒന്നിനെ പറ്റി കേട്ടിട്ട് പോലുമില്ല. മാസ്റ്റർ കരഞ്ഞില്ല എന്നേ ഉള്ളൂ. യാണിന് പോലും അത് അതിശയമാകുന്നു. അത്ഭുതത്തോടെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് യാൻ. മാസ്റ്റർ ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് സാധ്യമാവുക? നീ എങ്ങനെയാണ് ഇത് ചെയ്തത്? യാണാകട്ടെ അതിനുള്ള ഉത്തരം പറയാതെ ആ ഫ്ലെയിം മാസ്റ്ററിന് നേരെ വിടുന്നു. അല്പം കഴിയുമ്പോൾ അതിൻ്റെ ശക്തിയാൽ യാണും തെറിച്ചു പോകുന്നുണ്ട്. മാസ്റ്റർ ആകട്ടെ ആ ഫ്ലെയിമിനെ കുറേ നേരം നേരിട്ടുകൊണ്ടിരിക്കുന്നു. അവനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവൻ ഓടി ഓടി പോവുകയാണ്. ഒരുപാട് കൺട്രോൾ ചെയ്ത് അവൻ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും ആ ഫ്ലെയിം അവനെ തന്നെ ഫോളോ ചെയ്തു വരികയാണ്. അവന് ഒരു ദിശയിലേക്കും പോകുവാൻ സാധിക്കുന്നില്ല. അത് അവൻ്റെ പിന്നാലെ തന്നെയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് ഒരു പൊട്ടിത്തെറി മാത്രമാണ്. അല്പം കഴിഞ്ഞു വരുന്നു കത്തിക്കരിഞ്ഞ അവസ്ഥയിലുള്ള മാസ്റ്റർ. ഈ സമയം നിലത്ത് വീണ യാൻ എഴുന്നേറ്റ് ചിരിക്കുന്നുണ്ട്. മാസ്റ്ററിന്റെ കോലം കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്കും ചിരി വരാതിരിക്കില്ല. യാൻ അല്പം കഴിയുമ്പോൾ ബോധരഹിതനാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യാണിന് ശക്തി പകർന്നു കൊടുക്കുന്ന മാസ്റ്ററിനെയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് കണ്ണു തുറക്കുന്ന യാൻ എഴുന്നേറ്റ് മാസ്റ്ററിന്റെ നേരെ നിന്നുകൊണ്ട് പറയുകയാണ്, മാസ്റ്റർ ഞാൻ. എന്നാൽ മാസ്റ്റർ പറയുകയാണ്, ഈ അവസാന നിമിഷത്തിൽ നീ എന്നെ നിരാശയിൽ ആഴ്ത്തിയില്ല. നിനക്ക് എൻ്റെ അത്രയും ശക്തിയുണ്ടെങ്കിൽ ഇതുപോലത്തെ ഫ്ലെയിംസ് നിനക്ക് ഒരുപാട് വിടുവാൻ സാധിക്കും. എല്ലാ ഫ്ലെയിംസും മെർജ് ആയിട്ടുള്ള ഫ്ലെയിം. അങ്ങനെയെങ്കിൽ നിന്റെ മുൻപിൽ ഹുൺമെഷേങ് പോലും ഒന്നുമായിരിക്കില്ല. യാൻ പറയുകയാണ്, ഞാൻ റൂഡായതിൽ ക്ഷമിക്കണം. എനിക്ക് രണ്ടാമത് ഒരെണ്ണം ഉണ്ടാക്കുവാൻ സാധിക്കില്ല. ആദ്യത്തെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അവസ്ഥ കണ്ടല്ലോ. എൻ്റെ എല്ലാ ഫൈറ്റിംഗ് സ്കില്ലും ഉപയോഗിച്ചുമാണ് ആദ്യത്തെ ഉണ്ടാക്കിയത്. എനിക്കറിയാം നിന്റെ ഫൈറ്റിംഗ് സ്കില്ല് ഫൈറ്റ് എംപറർ സ്റ്റേജിൽ എത്തിയിട്ടില്ല. അങ്ങനെ എത്തുകയാണെങ്കിൽ നിന്നെ പിടിച്ചാൽ ആർക്കും കിട്ടില്ല. എങ്കിലും ഈ ഒരെണ്ണം തന്നെ മതി സമൂഹത്തെ മുഴുവനായി വിറപ്പിക്കാൻ. വലിയൊരു ഭൂകമ്പം തന്നെ സൃഷ്ടിക്കുവാൻ നിനക്ക് സാധിക്കും. മാസ്റ്റർ ചോദിക്കുന്നു, നീ ഇത് എവിടെ നിന്നാണ് പഠിച്ചത്? ചിരിച്ചുകൊണ്ട് യാൻ പറയുകയാണ്, ഞാൻ തന്നെ പഠിച്ചതാണ്. എനിക്ക് 2 ഫ്ലെയിംസും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവ രണ്ടും കൂട്ടി യോജിപ്പിച്ച് എപ്പോഴും കളിക്കുമായിരുന്നു. അപ്പോഴൊക്കെ പൊട്ടിത്തെറി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് എല്ലാം മെർജ് ആവുന്നത്. നേരത്തെ നിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയാമോ? താമരയിലിരിക്കുന്ന ഹോണറബിൾ ആയിട്ടുള്ള ബുദ്ധനെ പോലെയാണ്. അതുപോട്ടെ, നീ ഈ ഫ്ലെയിമിനെ പേരിട്ടോ? ഇട്ടു, ബുദ്ധാസ് റാത്ത് ഫ്ലെയിം ലോട്ടസ്. കാരണം വേറൊന്നുമല്ല, ബുദ്ധനേക്കാളും മേലെ ഒന്നുമില്ല. എസൻസ് ഫ്ലെയിമിനേലും സ്ട്രോങ് ആയിട്ടൊന്നുമില്ല. ഇതിഹാസ നായകന്മാർ പറയുന്നത് ബുദ്ധൻ കോപിഷ്ഠനായാൽ ഭൂമി തന്നെ നശിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ പേരിട്ടതെന്ന് പറയുമ്പോൾ മാസ്റ്റർ പറയുന്നു, അമേസിംഗ് ആയിരിക്കുന്നു. ആ ഒരു പേരിന് ഈ ടെക്നിക്ക് എന്തുകൊണ്ടും യോജിച്ചതാണ്. മാസ്റ്റർ പറയുകയാണ്, എന്ത് ചെയ്യാനാണ്, ഇന്ന് 30ാമത്തെ ദിവസമായി പോയി. അതിശയത്തോടെ യാൻ നിൽക്കുമ്പോൾ മാസ്റ്റർ പറയുകയാണ്, പേടിക്കണ്ട, നീ ജയിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. യാൻ ചിരിച്ചു നിൽക്കുകയാണ്. അപ്പോൾ മാസ്റ്റർ പറയുകയാണ്, ചെറുപ്പമായ നീ എനിക്ക് കുറേ പാഠങ്ങൾ പഠിപ്പിച്ചു. നിനക്കറിയാമോ, ഞാൻ ഏകദേശം നിന്റെ പ്രായമായപ്പോഴേക്കും ഫൈറ്റ് എംപററിൻ്റെ സ്റ്റേജിലെത്തിയിരുന്നു. ഏകദേശം അതിൻ്റെയൊക്കെ അടുത്ത്.
എല്ലാവർക്കും റെസ്പെക്റ്റ് തോന്നുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു. എനിക്ക് സാധിക്കുന്ന എല്ലാനും നിശ്ചിത സമയത്തിനുള്ളിൽ ഫൈറ്റ് കോണ്ടിനെന്റിൽ നിന്ന് ഞാൻ ശേഖരിച്ചു. ആ സമയം എൻ്റെ ആഗ്രഹം എന്തായിരുന്നു എന്നറിയാമോ? ലോകത്തിലുള്ള എല്ലാ മാർഷൽ ആർട്സ് സ്കിൽസും പഠിക്കണമെന്നതായിരുന്നു. ലോകത്തിലെ തന്നെ നമ്പർ 1 ഫൈറ്റർ ആകണമെന്ന് ഞാൻ സ്വപ്നം കണ്ടു. ഇന്ന് ഈ ദിവസം വരെയും ആ തത്വമായിരുന്നു ഞാൻ മുറുകെ പിടിച്ചത്. മരിക്കാൻ പോലും ഞാൻ തയ്യാറായില്ല. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നീ പറഞ്ഞത് ശരിയാണ്. സോൾഹാളിൻ്റെ ടെക്നിക്ക് പഠിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ സോൾഹാളിൻ്റെ ഒരു വ്യക്തിയാകാൻ പോകുന്നില്ലല്ലോ. ഞാൻ ഇത്രയും നാളൊരു മണ്ടനെ പോലെയാണ് പ്രവർത്തിച്ചതെന്ന് പറയുമ്പോൾ യാൻ പറയുകയാണ്, ഇല്ല മാസ്റ്റർ, ഞാൻ നോൺസെൻസ് ആണ് പറഞ്ഞത്. എനിക്കറിയില്ലായിരുന്നു. ആ സമയത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ സംസാരിച്ചു എന്നല്ലാതെ. എന്നാൽ മാസ്റ്റർ പറയുകയാണ്, ഇല്ല, നീ പറഞ്ഞത് ശരിയാണ്. അതിനുശേഷം മാസ്റ്റർ യാണിൻ്റെ അടുത്ത് വായ തുറക്കാൻ പറയുന്നു. എന്നാൽ യാൻ വായ തുറക്കാത്തത് കൊണ്ട് അവൻ്റെ വയറ്റിൽ പ്രഹരിക്കുകയാണ്. പെട്ടെന്ന് വായ തുറന്നു പോകുന്നു. ഈ സമയം ഒരു മെഡിസിൻ അവൻ്റെ വായിലേക്ക് ഇട്ടുകൊടുക്കുന്നു. യാൻ പറയുകയാണ്, എന്ത് മെഡിസിനാണ് നീ എനിക്ക് തന്നത്? 60 വർഷത്തേക്ക് ഉറങ്ങാനുള്ള മെഡിസിൻ ആണെന്നാണ് യാൻ വിചാരിച്ചത്. പക്ഷേ മാസ്റ്റർ പറയുകയാണ്, ഇല്ല, നിന്നെ ഉറക്കാനുള്ള മരുന്നല്ല. ഞാൻ പറഞ്ഞ വാക്ക് തീർച്ചയായും ഞാൻ പാലിക്കും. നീ എന്നെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് പുറത്ത് കടക്കാമെന്നല്ലേ പറഞ്ഞത്? നിനക്ക് പുറത്ത് കടക്കാം. ഇത് വേറെ മരുന്നാണ്. ഇനി നിനക്ക് മരിച്ചാലും ജീവിക്കാം. അതായത് ഇനി മുതൽ നിനക്ക് 2 മരണമാണുള്ളത്. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സന്ദർഭങ്ങളിൽ നിന്റെ ആത്മാവിനെ ഇത് വീണ്ടും നിന്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരും. അതിനുശേഷം വിഷമത്തോടെ മാസ്റ്റർ പറയുകയാണ്, നീ ഇനി പോയാലും 60 വർഷത്തിന് ശേഷം എന്നെ കാണാൻ വരണം. പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയണം. യാൻ ബഹുമാനത്തോടെ പറയുകയാണ്, മാസ്റ്റർ, തീർച്ചയായും ഞാൻ വരും. 60 വർഷത്തിന് ശേഷം ഞാൻ വരുമ്പോൾ വീണ്ടും നമ്മൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാകും. അതിനുശേഷം നന്ദി എന്ന് പറഞ്ഞ് യാൻ അവനെ താണു വണങ്ങുകയാണ്. അപ്പോഴേക്കും അവൻ പെട്ടിയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പെട്ടി തന്നെ അടയുന്നു. യാൻ എഴുന്നേറ്റപ്പോഴേക്കും അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മൂടിയിരുന്ന പെട്ടിയൊക്കെ മാറ്റി പുറത്തേക്ക് വരുന്ന യാണിനെയാണ് കാണിക്കുന്നത്. അവിടെയെല്ലാം വലിച്ചെറിയപ്പെട്ട അവസ്ഥയിലായിരുന്നു. അവൻ തൻ്റെ സഹോദരന്മാരുടെ പേരുകൾ വിളിക്കുന്നുണ്ടെങ്കിലും അത് കേൾക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോഴും കാണുന്നത് അതേ അവസ്ഥ തന്നെയാണ്. എല്ലാം വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. എത്രയൊക്കെ അന്വേഷിച്ചിട്ടും അവിടെ ആരെയും യാൻ കാണുന്നില്ല. ചിലതൊക്കെ ഇപ്പോഴും കത്തി നശിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യാണിന് മനസ്സിലാകുന്നു, ആരോ അവരെ ആക്രമിച്ചിരിക്കുന്നു. യാൻ ദേഷ്യത്തോടെ ഓടി ചന്തയിലേക്ക് വന്ന് പറയുകയാണ്, നിങ്ങൾ അവിടെ താമസിച്ചിരുന്ന എൻ്റെ സഹോദരങ്ങളെ കണ്ടോ? എന്നാൽ അവരുടെ പേരുകൾ കേട്ടിട്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പലരോടും ചോദിച്ചിട്ടും അവർക്കറിയില്ല. ഈ സമയമാണ് അവിടെ അടുത്ത് അവരെ അന്ന് ആക്രമിച്ചവരുടെ ടെൻറ്റ് കാണുന്നത്. പലരും അവനെ തടയാൻ ശ്രമിക്കുമെങ്കിലും അവരെയെല്ലാം തട്ടിമാറ്റി അവൻ അവിടേക്ക് വരുന്നു. അവസാനം അവരുടെ മാസ്റ്ററിനെ കണ്ടുപിടിച്ച് അവനെ കുരക്കിന് പിടിച്ച് ചേർത്ത് വെച്ച് പറയുകയാണ്, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാമോ? അവൻ പറയുന്നു, മാസ്റ്റർ ഷിയോ അല്ലേ? തൻ്റെ സഹോദരങ്ങളും കൂട്ടുകാരും എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് അറിയില്ല എന്നാണ്. എന്നാൽ വീണ്ടും അവനെ ഭീഷണിപ്പെടുത്തുമ്പോൾ അവൻ ചില കാര്യങ്ങൾ പറയുന്നു. അവന് അറിയാവുന്ന കാര്യങ്ങളാണ് അവൻ പറയുന്നത്. കഴിഞ്ഞ മാസം ഏതോ ഒരു ഗ്രൂപ്പ് അവരെ ആക്രമിച്ചു. അതിനുശേഷം ഞങ്ങൾ അടുത്ത ദിവസം അവിടെ പോയപ്പോൾ അവരെ കണ്ടില്ല. യാൻ പറയുകയാണ്, ഇല്ല, നീ കള്ളം പറയുകയാണ്. നിനക്ക് അത് അറിയാതിരിക്കാൻ യാതൊരുവിധ കാരണവുമില്ല. പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്ന് പറയുമ്പോൾ അവൻ പറയുകയാണ്, എൻ്റെ ശക്തി ഉപയോഗിച്ച് എനിക്ക് അവരെ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. എനിക്കറിയില്ല. എനിക്ക് ഒരു കാര്യം മാത്രം അറിയാം, അവരെ ആക്രമിച്ചവർ വളരെ വയലൻ്റ് ആയിട്ടുള്ളവരാണ്. കാരണം വേറൊന്നുമല്ല, അപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാൻ ഞാൻ ചില ആളുകളെ വിട്ടിട്ടുണ്ടായിരുന്നു. അവരെയും അവർ കൊന്നു തള്ളി. അന്തരീക്ഷം വളരെ മോശമായതുകൊണ്ടാണ് ഞാൻ പോലും പുറത്തിറങ്ങാത്തത്. ഞാൻ പറഞ്ഞത് നുണയാണ് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിനക്ക് തന്നെ ഇവിടെ കൊന്നു കുഴിച്ചു മൂടാം. ഞാൻ ചോദിക്കുകയാണ്, വയലൻ്റ് ആയിട്ടുള്ള വ്യക്തികളോ? അവൻ പറയുന്നു, ഈ ഒരു ഫൈറ്റിന് ശേഷം ഞങ്ങളിൽ ചില ആളുകൾ അതുവഴി പോയിട്ടുണ്ടായിരുന്നു. അവർ കണ്ടത് തുറന്നു കിടക്കുന്ന നിന്റെ ബ്രദേഴ്സിന്റെ മുറികളായിരുന്നു. ഞങ്ങൾക്ക് അവിടെ പോകുവാൻ ഒരുപാട് ഭയമുണ്ടായിരുന്നു. എങ്കിലും ധൈര്യമെല്ലാം സംഭരിച്ച് ഞങ്ങൾ അവിടെ പോയി ചെക്ക് ചെയ്തു. അവിടെ ഒരു ശവശരീരം പോലും ഉണ്ടായിരുന്നില്ല. കൈകാലുകൾ വിച്ഛേദിക്കപ്പെട്ടവർ പോലും. ഒറ്റ രാത്രി കൊണ്ട് തന്നെ എല്ലാവരും പാക്കപ്പ് ചെയ്തു പോയതുപോലെയാണ് തോന്നുന്നത്. ഒറ്റ രാത്രിക്ക് തന്നെ പാക്കപ്പ് ചെയ്തു പോയെന്നോ? യാണിന് എന്തോ സംശയം തോന്നുന്നു. അവൻ ഈ സമയം ആ വ്യക്തിയെ വിടുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം യൂണറിന്റെ പിയർ എടുത്തു നോക്കുന്നു. അതിന് പ്രശ്നമൊന്നുമില്ല. സുരക്ഷിതമായി തന്നെ അത് പോക്കറ്റിലിടുന്നു. യാൻ ദേഷ്യത്തോടെ പറയുകയാണ്, നീ പറഞ്ഞതിൽ എന്തെങ്കിലും നുണയുണ്ട് എന്ന് ഞാൻ ഭാവിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ തുടച്ചു നീക്കും. ശേഷം ചിറകുകൾ വിരിച്ച് യാൻ പറന്നു പോകുന്നു. ഇപ്പോൾ കാണിക്കുന്നത് ഡ്രാഗൺ മദർ ആയിട്ടുള്ള യൂണറിന്റെ ആദ്യത്തെ ദിവസമാണ്. അപ്പൂപ്പന്റെ വാള് യൂണറിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അപ്പൂപ്പൻ എങ്ങനെയാണ് മരിച്ചത് എന്ന എല്ലാ കാര്യവും അവൾക്ക് വിവരിച്ചു കൊടുക്കുകയാണ് യൂണറിന്റെ ഫാദർ. ആ വാള് വാങ്ങിയതിന് ശേഷം യൂണർ പറയുകയാണ്, ഈ ഇടക്ക് നടന്നിരിക്കുന്നത് വലിയ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഭരണകാര്യങ്ങളിൽ വിട്ടുവീഴ്ച നടത്തുവാൻ സാധിക്കില്ല. ഭരണം തുടർന്നു കൊണ്ടു പോകേണ്ടിയിരിക്കുന്നു. കാരണം അത് അത്യാവശ്യമാണ്. ഈ വാള് സുരക്ഷിതമായി വെക്കുക എന്ന് പറഞ്ഞ് അത് ഫാദറിന് തന്നെ കൊടുക്കുന്നു.
ഒരു ഡ്രാഗൺ മദർ എപ്പോഴും ധീരതയോടെ വേണം ഇരിക്കുവാൻ. അതുകൊണ്ട് തന്നെ യൂണർ പറയുകയാണ്, എനിക്ക് വിഷമമില്ല, മരണം കൊണ്ടുവരുന്ന വിഷമം എന്താണെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് ധീരതയോടെ ആ സിംഹാസനത്തിൽ കയറിയിരിക്കുകയാണ് യൂണർ. അതിനുശേഷം അവരെ കൊണ്ടുവരാൻ പറയുന്നു. ഈ സമയം 3 ഡ്രാഗൺ മാസ്റ്റേഴ്സിനെയും അവിടേക്ക് കൊണ്ടുവരികയാണ്. ഡ്രാഗൺ മദർ എന്ന് വിളിച്ച് ആ 3 മാസ്റ്റേഴ്സും കരയുന്നു. അവർ പറയുകയാണ്, ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത്. പേടിച്ചു പോയ ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ജ്ഞാനം അങ്ങേക്കുണ്ട്. 3 ലോകത്തും അങ്ങേക്ക് ചുറ്റി സഞ്ചരിക്കാം. ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കണം. ഞങ്ങളോട് കാരുണ്യം കാണിക്കണം. ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി. ഈ തെറ്റ് ഒരിക്കലും ഞങ്ങൾ ആവർത്തിക്കില്ല. ഇനി പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ സേവ ചെയ്തു കൊള്ളാം. അങ്ങേക്ക് ആളുകളെ ഉയർത്തുവാനും താഴ്ത്തുവാനും സാധിക്കും. ഞങ്ങളോട് ക്ഷമിക്കണം. ഈ സമയം ഒരു അങ്കിൾ അവർക്ക് വേണ്ടി വാദിക്കുന്നു. അയാൾ പറയുകയാണ്, ഇത് പൂർണ്ണമായും ഇവരുടെ തെറ്റല്ല. സോൾ പാലസ് ഇവരെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്യില്ലായിരുന്നു. ഇവർ നമ്മുടെ ഐലൻഡ് സംരക്ഷിക്കുന്നതാണ്. അതിന് പ്രതിയെങ്കിലും ഇവരെ വെറുതെ വിടണം. യൂണർ ചോദിക്കുകയാണ്, അപ്പോൾ ഇവിടുത്തെ കാര്യമോ? ഇവിടെയും സോൾ ഹാളിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നല്ലോ. എന്നിട്ടും അതിന് അവർ വഴങ്ങിയില്ല. ഇവർ മാത്രം സോൾ ഹാളിന് വഴങ്ങിയത് എന്തുകൊണ്ടാണ്? അപ്പോൾ അങ്കിൾ പറയുന്നു, അതിനുള്ള ഉത്തരം ഇതാണ്. നമ്മുടെ അപ്പൂപ്പൻ ലൈഫ് പിയൽ പൊട്ടിച്ച് മരിച്ചില്ലേ? അദ്ദേഹവും സോൾ ഹാളിന് വഴങ്ങിക്കൊടുത്തു, പക്ഷേ സൂയിസൈഡ് ചെയ്തു. അവർ 3 പേരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് ആ അങ്കിൾ വാദിക്കുന്നത്. പക്ഷേ യൂണർ പറയുകയാണ്, അപ്പൂപ്പൻ മരിച്ചെങ്കിൽ ഇവരും മരിക്കട്ടെ. അപ്പോൾ മറ്റേ അങ്കിൾ പറയുകയാണ്, വർഷങ്ങളോളം ഐലൻഡ് സംരക്ഷിക്കുക എന്നത് വളരെ ടഫായിട്ടുള്ള ജോബാണ്. എന്തൊക്കെ വന്നാലും നമ്മുടെ ക്ലാൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവരെ കൊല്ലുകയാണെങ്കിൽ പ്രശ്നം വഷളാവുകയുള്ളൂ. ഇവരെ കൊല്ലുകയാണെങ്കിൽ നമ്മുടെ ക്ലാനിൽ ആരും അവശേഷിക്കില്ല. ഭാവിയെ മുൻകൂട്ടി കണ്ടെങ്കിലും പുതിയ ഡ്രാഗൺ മദർ എൻ്റെ അപേക്ഷ സ്വീകരിക്കണം. എന്നാൽ അത് വകവയ്ക്കാതെ യൂണർ തൻ്റെ ഫാദറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, സോൾ ഹാളിൻ്റെ ഈ പദ്ധതിയിൽ ഒന്നു ചേർന്നിരിക്കുന്നത് എത്ര പേരാണ്? സോൾ ഹാളിനോട് സഖ്യം ചേർന്നവരെ കുറിച്ചാണ് ചോദിക്കുന്നത്. യൂണറിൻ്റെ ഫാദർ പറയുകയാണ്, നമ്മുടെ ക്ലാനിൽ നിന്ന് 70ഓളം ജനറൽസും 10,000ഓളം പട്ടാളക്കാരും അതിൽ പങ്കുചേർന്നിട്ടുണ്ട്. യൂണർ പറയുകയാണ്, പട്ടാളക്കാരെ വിട്ടേക്കൂ, ജനറൽസ് മാത്രം മതി. അതിനുശേഷം അവർ 3 പേരുടെയും ലൈഫ് പിയൽ തൻ്റെ ശക്തി ഉപയോഗിച്ച് എടുത്തതിന് ശേഷം യൂണർ പറയുകയാണ്, നിങ്ങൾ ഈ ഐലൻഡ് ആക്രമിച്ചത് ഭീഷണിയുടെ പുറത്ത് മാത്രമായിരുന്നില്ല, മറിച്ച് ഇത് സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ഈ സ്ഥലം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം കൂടി നിങ്ങൾക്കുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളോട് വേണമെങ്കിൽ വളരെ സൗമ്യമായിട്ട് പെരുമാറാം. പക്ഷേ മരിച്ചുപോയ പട്ടാളക്കാരുണ്ടല്ലോ, അവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഒരു തെറ്റും ചെയ്യാത്ത പട്ടാളക്കാരാണ് മരിച്ചത്. നിങ്ങൾ ഫാൻലോയുടെ രക്തം കുടിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഇനി സോൾ സെക്റ്റിൻ്റെതാണ്. അതിനുശേഷം ഇവരെ പിടിച്ച് ഇവരുടെ ശക്തിയെല്ലാം നശിപ്പിച്ച് നാട് കടത്താൻ ഓർഡർ പുറപ്പെടുവിക്കുന്നു. ഇനി നിങ്ങൾ വീണ്ടും ഇവിടെ കാലുകുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് പേൾ ഉണ്ടല്ലോ, അതിപ്പോൾ എൻ്റെ കയ്യിലാണ്. അത് പൊട്ടിക്കാൻ ഞാൻ ഒട്ടും മടി കാണിക്കില്ല. എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാനത് പൊട്ടിക്കും. അവർ കൊല്ലാതിരുന്നതിന് നന്ദി എന്ന് പറയുന്നു. കുറേ പട്ടാൾക്കാർ അവരെ എടുത്തുകൊണ്ട് പോകുന്നു. അതിനുശേഷം എല്ലാവരോടുമായി പറയുകയാണ്, ഏതൊക്കെ ജനറൽസാണ് നമുക്കെതിരെ പദ്ധതികൾ വിഭാവന ചെയ്തത് അവരെ കണ്ടുപിടിക്കണം. അവരിൽ ആരെങ്കിലും ഫാൻലോയുടെ രക്തം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ അവരെ കൊല്ലണം. ബാക്കിയുള്ള എല്ലാ ജനറൽസിൻ്റെ കയ്യിൽ നിന്നും അവരുടെ ലൈഫ് പിയൽ വാങ്ങണം. അതിനുശേഷം 3 ഐലൻഡിലേക്കും നമുക്കെതിരെ കലാപം നടത്താത്ത 3 പേരെ തിരഞ്ഞെടുക്കണം. അവരായിരിക്കും 3 ഐലൻഡിൻ്റെയും മാസ്റ്റേഴ്സ്. കലാപം ചെയ്യാത്തവർക്കും നമുക്ക് വേണ്ടി പോരാടിയവർക്കും അവാർഡ് കൊടുക്കണം. അത്തരം പട്ടാളക്കാരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് പോകാം. നിയമങ്ങൾ പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. യൂണറിൻ്റെ ഫാദർ ചോദിക്കുകയാണ്, അവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെയല്ലേ പിൻഗാമികളെ തിരഞ്ഞെടുക്കേണ്ടത്? യൂണർ പറയുന്നു, അതെ. അവരുടെ പ്രായമൊന്നും പരിഗണിക്കേണ്ട, കുട്ടിയായാലും തിരഞ്ഞെടുക്കാം. അതിനുശേഷം രാജ്ഞിയുടെ ഉത്തരവുകൾ അനുസരിച്ച് എല്ലാവരും അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ യൂണർ തനിച്ചായി കഴിയുമ്പോൾ പറയുകയാണ്, സഹോദര, ഈ അവസ്ഥയിൽ നീ എന്നെ കാണുകയാണെങ്കിൽ, യാണിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കാണിക്കുന്നത് യൻറാനെ വിദ്യകൾ അഭ്യസിപ്പിച്ചു കൊടുക്കുന്ന ക്ലൗഡ് മിസ്റ്റ് സെക്റ്റിലെ മാസ്റ്ററിനെയാണ് കാണിക്കുന്നത്. യാൺ അന്ന് ഗുഹയിൽ വെച്ച് രക്ഷിച്ച അതേ ലേഡി തന്നെയാണ്. മാസ്റ്റർ പറയുകയാണ്, ചെറുപ്പം മുതലേ ഞാൻ ഇവിടെയായിരുന്നു. 15 വർഷമെടുത്തു എല്ലാ സ്പോർട്സ് സ്കില്ലും ഞാൻ അഭ്യസിച്ചെടുക്കാൻ. പക്ഷേ നിന്റെ കാര്യം അതിശയം തന്നെയാണ്. വളരെ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. നീ 5 സ്പോർട്സ് സ്കില്ലും പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തു. യൻറാൻ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നു. ഈ സമയം ആ മാസ്റ്റർ യൻറാൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് നളൻ ക്ലാൻ്റെ മാത്രം ലീഡറായ പോരെ? നീ എന്തിനാണ് ഇവിടെ ആയിരിക്കുന്നത്? അപ്പോൾ യൻറാൻ പറയുകയാണ്, എൻ്റെ അപ്പൂപ്പനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അവൾ ചോദിക്കുന്നു, അങ്ങനെയാണോ? അപ്പോൾ നീ ഇവിടെ വന്നതിന് ശേഷമാണോ സെക്ട് ലീഡർ നിന്നോട് ആ സ്ഥാനവും ഏറ്റെടുക്കാൻ പറഞ്ഞത്? ഒരുപക്ഷെ യുൺലാൻ ട്രൈബിൻ്റെയും ലീഡർ ആകുവാൻ യുൻഷാൻ യൻറാനോട് പറഞ്ഞിട്ടുണ്ടാകാം. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. കാരണം ഇതിനു മുമ്പും യൻറാന് അത്തരം പദവികൾ നൽകുന്ന കാര്യത്തെപ്പറ്റി യുൻഷാൻ പരാമർശിച്ചിട്ടുണ്ട്. ആ മാസ്റ്റർ യൻറാൻ്റെ അടുത്ത് പറയുകയാണ്, നീ അധികാരമോഹിയാണ്.
എന്നാൽ അതിന് ഉത്തരം പറയാതെ ഞാൻ ഇപ്പോൾ പോകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് യൻറാൻ പോകാൻ തുടങ്ങുകയാണ്. ഈ സമയം ആ മാസ്റ്റർ പറയുകയാണ്, നിനക്ക് അതിനെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണാം. കാരണം എന്താണെന്ന് അറിയാമോ? ഈ പദവി അവസാനമായി നിനക്ക് മുമ്പേ സ്വപ്നം കണ്ടത് ഞാനാണ്. എന്ത് ചെയ്യാനാണ്, എനിക്ക് കിട്ടിയില്ല. ഇത് കേൾക്കുമ്പോൾ യൻറാന് അതിശയമാകുന്നുണ്ട്. മാസ്റ്റർ പറയുകയാണ്, എനിക്കിപ്പോൾ ജയിലിലേക്ക് പോകണം, തടവുകാരെ സന്ദർശിക്കാനാണ്. ഇന്ന് ഗൂഹി വരുന്നുണ്ട്. നമ്മുടെ മാസ്റ്ററിന് അവനോട് എന്തോ പറയാനുണ്ട് എന്ന് തോന്നുന്നു. നീ അങ്ങോട്ട് പോയി അവരുടെ സംഭാഷണം തടസ്സപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് മാസ്റ്റർ അവിടെ നിന്ന് പോകുന്നു. ഈ ഒരു ഭാഗത്തോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. 2-3 ഡയലോഗുകൾ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയുന്നതാണ്. അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.